ഹായ് ഹലോ. ഇന്ന് നമ്മളുടെ യാത്ര കോഴിക്കോടിൽ നിന്ന് മാറി അങ്ങ് കർണാടകയിലേക്കാണ്. സൂര്യനെ പ്രണയിച്ച സൂര്യകാന്തിയെ കാണാൻ, ഒപ്പം ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പൂപ്പാടങ്ങളുമുള്ള കർണാടകയിലെ ഗുണ്ടൽപേട്ട്. താമരശ്ശേരി ചുരം വഴിയായിരുന്നു യാത്ര. പുലർച്ചെ 4:30 തന്നെ യാത്ര ആരംഭിച്ചു. മുത്തങ്ങ ചെക്ക് പോസ്റ്റ് 6 മണിക്ക് തുറക്കുന്നതിനാൽ ആ സമയത്ത് എത്തിച്ചേരുന്ന രീതിയിൽ യാത്ര തുടങ്ങുന്നതായിരിക്കും നല്ലത്. രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ വയനാടിൻ്റെ മനോഹരമായ മേഘങ്ങളാൽ മൂടിയ മലകളുടെ കാഴ്ച കണ്ട് യാത്ര തുടങ്ങാം. കാട്ടിലൂടെയുള്ള യാത്രയിൽ കണ്ണുകളെല്ലാം വന്യജീവികളെ പ്രതീക്ഷിച്ചു കാത്തുനിന്നു. ഒട്ടും വൈകാതെ മാൻകൂട്ടങ്ങളെ കണ്ടു. തുടർന്ന് ആനയായി, മയിലായി, കാട്ടുപോത്തായി, കുരങ്ങായി. ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള യാത്രയുടെ ഭംഗി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഗുണ്ടൽപേട്ടിൽ എത്തുമ്പോൾ ആദ്യം കാണുന്ന പാടങ്ങളിൽ മാത്രം യാത്ര ഒതുക്കാതെ ഉൾഗ്രാമങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിശാലമായി കിടക്കുന്ന പൂപ്പാടങ്ങളും പച്ചക്കറിത്തോട്ടങ്ങളും കാണാം. ഗുണ്ടൽപേട്ട് വരെ എത്തിയ സ്ഥിതിക്ക് അവിടുന്ന് 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ കയറാതെ എങ്ങനെയാ മടങ്ങുന്നേ? വർഷം മുഴുവൻ കോട മൂടി കിടക്കുന്ന ഈ ക്ഷേത്രത്തെ പറ്റി നമ്മൾ ഒത്തിരി കേട്ടിരിക്കുന്നു. പതിനഞ്ച് കിലോമീറ്ററോളം നമ്മുടെ വണ്ടിയിലും ബാക്കി 5 കിലോമീറ്റർ അവിടെയുള്ള കർണാടക റോഡ് ട്രാൻസ്പോർട്ട് ബസ്സിലും ഒരാൾക്ക് 70 രൂപ നിരക്കിൽ ക്ഷേത്രത്തിലേക്ക് പോകാം. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന മധുരവും എരിവുമുള്ള 2 തരം പ്രസാദവും കഴിച്ച് തിരിച്ച് മുതുമല വഴിക്കാണ് ഞങ്ങൾ മടങ്ങിയത്. പോയ വഴി തന്നെ തിരിച്ചു വരാതെ ഒരു റൗണ്ട് ട്രിപ്പ് ആയിരിക്കും എപ്പോഴും യാത്രയ്ക്ക് പുതുമ തരുക.